ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചു രാവിലെ ഇറങ്ങി പുറപ്പെട്ടു ഇവരുടെ കൂടെ. ഇപ്പം ഞങ്ങൾ എവിടെ നിൽക്കണേ? എവിടെ നിൽക്കണേന്ന് പറ. മൂന്നാർ റോട്ടിലാണ് നിൽക്കണത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു, ജലദോഷമാണ് എനിക്ക്. എന്നിട്ട് ഞാൻ ട്രിപ്പ് വന്നത് ഇടുക്കി വെച്ച്. കണ്ടില്ലേ, കോട്ടും ഹെൽമെറ്റൊക്കെ വെച്ച് ഭയങ്കര മഴയാണ്. ഇവിടെ കോടയൊക്കെ വന്നു, പക്ഷേ തണുപ്പില്ല. എന്തൊരു തണുപ്പ് ഫീൽ ചെയ്യണം. ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ മുടിപ്പാറയിലേക്ക് പോകണ വഴിയാണ്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം നമ്മളിപ്പോൾ അടിമാലി അടിമാലിലാണ് നിൽക്കുന്നത്. ആ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അതിൻ്റെ കൂടെ മഴയും കൂടി പെയ്തപ്പോൾ ഒന്ന് പറയാൻ കേട്ടില്ലേ? കണ്ണൊന്നും കാണില്ല. നമുക്ക് കോടയും വാട്ടർഫോളും എല്ലാം കൂടി അടിപൊളിയായി. ഇനി അവിടെ നേരെ റിസോർട്ടിലേക്കാണ് പോണത്. ബാക്കി വിശേഷം റിസോർട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടാണ്. തണുപ്പെന്ന് പറഞ്ഞാലും മനുഷ്യൻ നിന്ന് പറ്റാണ്. നോക്ക്, മഴ നല്ല തണുപ്പിൻ്റെ പാടില്ല. ഇവിടെയൊക്കെ ഒരാളോട് കരയാണ് തണുക്കണമെന്നൊക്കെ പറഞ്ഞു. തണുപ്പാണ്. ഞങ്ങളിപ്പോൾ അവിടെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും. ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടി ഉള്ള റിസോർട്ടിലാണ് പറഞ്ഞത്. ഇവിടെ തന്നെ ഇറങ്ങും. ഇവിടെ കണ്ടില്ലേ തണുത്തിട്ട് ഞാൻ ഇപ്പം തന്നെ തണുപ്പല്ലേ തണുപ്പില്ലേ തണുക്കള്ളാന്ന് ആൾക്ക് പറഞ്ഞാൽ തണുക്കള്ള ബാക്കി എല്ലാവർക്കും ബാക്കി വിശേഷങ്ങൾ റിസോർട്ട് ചെന്നിട്ട് കാണും. എടുത്തിട്ട് തണുക്കണില്ല എന്നാണ് പറയുന്നത്. എനിക്ക് മധുരം തണുക്കണം. വീഡിയോ ഞാൻ എന്താ ഹലോ ഇതാണ് ക്യാമറമാൻ. എൻ്റെ വീഡിയോ എടുക്കുന്ന ആൾ. കോടയൊക്കെ പറഞ്ഞു തടുത്ത് മോൻ മൈക്ക് എവിടെ? അപ്പം നമ്മളിതിവിടെ എത്തിക്കഴിഞ്ഞിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അടുത്തൊക്കെ തണുപ്പാണ്. നിങ്ങളൊക്കെ കാണിക്കും. അയ്യോ, പല്ലൊക്കെ കൂട്ടിയിടിക്കും. എനിക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളിവിടെ എത്തി. ഫുൾ അടിപൊളി വ്യൂ ആണ്. ഒന്നും പറയാനില്ല. നല്ല രസമുണ്ട്. പക്ഷെ മഴയാണൊരു പ്രശ്നം. മഴയില്ലായിരുന്നെങ്കിൽ എനിക്ക് വേറെ ഉണ്ടാവില്ലായിരുന്നു. ഇതെല്ലാം ഭക്ഷണം കഴിക്കാനാ? ഭക്ഷണം ഹലോ ഗൈസ്, അപ്പം നമ്മളിവിടെ റൂമിലെത്തി. റിസോർട്ടിൽ വന്നു, റൂമിലെത്തി. അപ്പം ഇനി ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ മഴ ഇത്രയും നേരമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തിയിട്ട് വരെ ഞങ്ങൾ മഴ എന്താണെന്ന് വെച്ചാൽ മഴ നിന്നിട്ടില്ല. ഇത്രയും നേരം മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴൊന്ന് നിന്നോന്ന് ചോദിച്ചാൽ നിന്നിട്ട് അത്ര നിന്നിട്ടൊന്നുമില്ല. നമ്മൾ മൊത്തം നനഞ്ഞു. റൂമതേ നിങ്ങളെ റൂം കാണിച്ചു തരാം എന്ന് പറയും. ഇവിടെ റൂമ് നമുക്ക് ഒരാൾക്ക് മുകളിൽ കിടക്കാം. 4 പേരാണ് റൂമിൽ. അപ്പോൾ ഒരാൾക്ക് മേളിൽ കിടക്കാം. അങ്ങനെയാണ്. ഇത് വാഷ്റൂം. ഇതാണ് വാഷ്റൂം. ഇതിക്കോടെ കയറി മുകളിലേക്ക് പോവാം. ഇത് തുറക്കണം നേരെ ബാൽക്കണിയിലേക്കാണോ. സൂപ്പർ വ്യൂ ആണ്. സൂപ്പർ വ്യൂ ആണ്. ഇറങ്ങി സൂപ്പർ വ്യൂ ആണ്. നമുക്ക് രാവിലെ എണീറ്റ് ഇവിടെ നമുക്ക് കഥയൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ ലൈക്ക് ഇവിടെ 2 ചെയറുണ്ട്. വർത്താനം പറയും. ഇവിടെ അപ്പുറത്തുണ്ട് റൂം. ഇവിടെ എല്ലാവർക്കും റൂമാണ്. ഈ സംഭവം ഇങ്ങനെ തന്നെയാണ്. നല്ല രസമുണ്ട്. മൊത്തം അവിടെ നാച്ചുറൽ പൂളുണ്ട്. ഒക്കെ സെറ്റാണ്. മൊത്തം പറഞ്ഞാൽ എനിക്ക് റിസോർട്ട് അടിപൊളിയാണ്. വ്യൂ ആയാലും ആംബിയൻസ് ആയാലും ഒക്കെ എനിക്കിഷ്ടമായി. റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
അങ്ങനെയാണ് കണ്ടിലേക്ക് ഞങ്ങൾ രണ്ടുപേരും മഴ മനസ്സിലായി ഇതാണ് മുകളില കണ്ട ഞാൻ പറഞ്ഞത് നമുക്ക് താഴെയും ഒരു ബെഡ് സൗകര്യം രണ്ടുപേർക്ക് കിടക്കാം. ഇവിടെ അതേ മുകളിലും രണ്ടുപേർക്കും കിടക്കാം. മുകളിൽ നല്ല ക്യൂട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് രണ്ടാൾക്ക് കിടക്കാൻ അത്യാവശ്യം സ്പേസും ഉണ്ട്. നിൽക്കുമ്പോൾ അത്ര കുഞ്ഞിതും അല്ല, നല്ല രസമുണ്ട്. കൊള്ളാം. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ നമുക്ക് പിന്നെ കാണാം. പോയി ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞ് ബാക്കി വിശേഷം കാണാം. ഓക്കെ ബൈ. മഴ നിന്നിട്ടുള്ള ഇപ്പോഴും നമുക്ക് ഭയങ്കര മഴയാണ്. ഒന്നും പറയാൻ പറ്റില്ല. ഭയങ്കര നോക്കി മൊത്തം കണ്ട അതേ പോണരാണ് അടുപ്പിച്ചൊക്കെ കണ്ട ആൾക്കാരൊക്കെ അടിപൊളിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ നല്ല രസമുണ്ട്. ഇവിടേക്ക് ഇരുന്ന് രാത്രി ഇവിടേക്ക് ലൈറ്റ് ഒക്കെ ഉണ്ടാവും. നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഇപ്പൊ ലൈറ്റ് ഇല്ല. ലൈറ്റ് ഇടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാത്രിത്തേക്ക് നിങ്ങളെ കാണിച്ചുതരാം. ഇപ്പൊ രാത്രി ഇവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് ദൃശ്യ വ്യൂ കാണിച്ചു തരും. ഇപ്പൊ ഇവിടെ മഴ കുറഞ്ഞോണ്ട് ഇത്തിരി കുറഞ്ഞോണ്ടാണ് ഞാൻ ഇപ്പൊ വന്ന് വീഡിയോ ഒക്കെ എടുക്കാന്ന് ആവശ്യപ്പെട്ടവരെ കാണിച്ചു കൊടുക്കണത് അറിഞ്ഞു. അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അതിനുള്ളിൽ പോയി ഇതൊരു പേര് കൊടുക്ക്. ഇതൊരു റൂം. ഇതൊരു ക്യാബിൻ. അത് ഒരു ക്യാബിൻ. ഇവിടെ മൊത്തം ക്യാബിനാണ്. സൈഡ് വഴിക്കും നടക്കും. നല്ല കാറ്റ്. എന്താ കാറ്റും മഴയും നല്ല കാറ്റുണ്ട്. ഇതൊരു റൂമാണ്. പിന്നെ ഇവിടെ 3 റൂമുണ്ട്. ഇവിടെ തന്നെ ഇവിടെയൊക്കെ റൂം കിട്ടണമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ ഇവിടെ എല്ലാം കിട്ടിയിരുന്ന അവിടെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ല. ഇവിടെ നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ തുറന്ന് ശരിക്കും ഇവിടെ റൂം കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് നേരെ തുറക്കുമ്പോൾ കാണുന്നത് അവിടെയാണ്. അതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായേനെ. നല്ല രസമുണ്ട്. ഈ സ്ഥലം ഈ പ്ലേസ് ഇവിടെ വന്നിട്ട് ഈ പ്ലേസ് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ എല്ലാവർക്കും കൂടി വന്ന് ഇരിക്കാനും എല്ലാം പറ്റുന്ന സ്ഥലം കേട്ടോ. ഭയങ്കര രസമുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് കാപ്പി കുടിച്ച് ഇവിടെ സെറ്റപ്പാണ്. കണ്ടില്ലേ ലൈറ്റ് ബോട്ടിൽസൊക്കെ തൂക്കിയിട്ട് ഓൾ നല്ല ഭംഗിയുണ്ട്. ഫുൾ ഇഷ്ടമായി. ഭയങ്കര വാമായിട്ടുള്ള പ്ലേസാണ്. വന്നിരിക്കാനും സംസാരിക്കാനും എല്ലാം അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഇനി എവിടേക്ക് പോവാ? ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇവിടെ ഭയങ്കര കളർഫുള്ള് നോക്കുന്ന ഒരു കാണുന്നുണ്ടോ? കോട്ട് അയ്യോ അങ്ങനെ തന്നെ ഇട്ടോ. തല തിരിച്ചിടുന്ന പിക്ക പറഞ്ഞത് പോലെ തന്നെ എന്റെ ചേച്ചി തല തിരിച്ചിട്ട് ഞാൻ തല തിരിച്ചിടാറില്ല. ഇയാള് ഭയങ്കര സംഭവമാണ്. എനിക്കറിയാം. ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്ത് വലിയൊരു പ്രസിദ്ധമായ ഒരാളാണിത്. ആളുടെ പേര് ഷമീർ എന്നാണ്. വീട് തൃപ്രയാറാണ്. ആളിപ്പോഴും ട്രിപ്പിലാണ്. ആൾക്ക് ലോകം ചുറ്റി മതിയായിട്ടുള്ള ആളിപ്പോഴും സ്റ്റിൽ ഓൺ ദ എന്താ പറയാ സ്റ്റിൽ ആ വൈബിൽ തന്നെ ട്രിപ്പ് ചെയ്ത് ചില്ല് ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ നമുക്ക് പോവാൻ പറ്റും. അപ്പൊ ഗൈസ് നമ്മൾ ഇനി പൂളിലേക്കാണ് പോണത്. മഴയായോണ്ട് ഞാൻ നടന്നൊന്നും പറയാൻ ഓടാൻ വേണ്ടി ഇവിടെ കണ്ടുപിടി സ്പേസ് ഉണ്ട് ഇരിക്കാൻ വേണ്ടിട്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്.
അവിടെയാണ് പൂള്. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ വെച്ചേക്കണേ കണ്ടോ. ഇവിടെ ഒക്കെ സ്റ്റേ ഉണ്ട് കേട്ടോ. അപ്പൊ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇവിടെ നമുക്ക് സ്പേസ് കിട്ടില്ല. നമുക്ക് കിട്ടിയ സ്റ്റേ അവിടെയാണ്. പൂള് നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ, പൂളിന്റെ അവിടെ തന്നെയാണ് നമുക്ക് നമ്മുടെ റൂമും കിട്ടിയേക്കണം. അപ്പോൾ ഇതേ സ്വിമ്മിങ് പൂളിലേക്ക് ചാടാൻ വേണ്ടി പോവാണ്. ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് ചാടുള്ളൂ, കാരണം എനിക്ക് ഇത്തിരി പനി കിട്ടിയേക്കുന്നുണ്ട്. നമ്മുടെ വണ്ടികൾ ഓൾറെഡി വേറെ ആൾക്കാർ പൂളിലുണ്ട്. അവരിറങ്ങി കഴിയുമ്പോൾ നമ്മളാണ് അടുത്തത് ഇറങ്ങാൻ. നമ്മുടെ ആൾക്കാരുണ്ട് അതിൽ 2-3 നേരങ്ങളുണ്ട്. അതെ, ഭയങ്കര തണുപ്പാണ്. നല്ല രീതിയിൽ മഴ കിട്ടി പെട്ടുപോയി. അപ്പൊ ഞാൻ കോട്ട് എടുത്തിട്ടു, കാരണം എനിക്ക് പനിയായിരുന്നു ഒരാഴ്ച. അപ്പൊ ഇനി വീട്ടിൽ ചെന്ന് അടുത്ത തെറിയാക്കണേക്കാളും നല്ലതല്ലേ നമ്മൾ നമ്മുടെ പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യണത്. അതുകൊണ്ട് ഞങ്ങളിത് കോട്ടൊക്കെ ഇട്ടു. ഇനി ഞങ്ങൾ നേരെ പൊളിച്ചാടാന്നുള്ള പ്ലാനിലാണ്. എന്താവുമെന്ന് അറിയില്ല. ഇറങ്ങിക്കോ. തിരിഞ്ഞു നോക്കിയ ചേട്ടനായിരുന്നു ചാടിയത്, ഞാൻ അറിഞ്ഞില്ല. ചാടിപ്പോയി വേറെ ആരാണോ പാവസായിട്ട് പറയാ ചാടാറിയില്ലായിരുന്നു. എവിടെ നേരം ഓടി വരുന്നുണ്ട് കേട്ടോ. വെള്ളം കാണാത്ത ആള്. മാസത്തിലൊരിക്കൽ റൈഡ് വരുമ്പോൾ മാത്രം വെള്ളം കാണുന്ന ആളാണിത്. കുളിയില്ല, നനയില്ല, ഒന്നുമില്ല. അതെ, അന്ന് റൈഡിന് കിട്ടിയ മുടി ഇപ്പോഴും അയച്ചിട്ടില്ല. നിങ്ങൾ അല്ലെങ്കിൽ 1 മാസം മുന്നേ എന്റെ ചേട്ടൻ എന്നെ തട്ടി പൂളിലിട്ടു. എനിക്ക് വലിച്ചു തുടങ്ങി. അറിയില്ല, നല്ല തണുപ്പുണ്ട്. അയ്യോ, ഇതിൻ്റെ ഇറങ്ങിയിട്ട് പുറത്തേക്കാൾ തണുപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ തണവ്, പുറത്തേക്കാൾ തണവല്ല. ഞാൻ എൻ്റെ പക്കത്ത് കയറി നിൽക്കുകയാണ്. എന്നെ തട്ടിട്ട് ഞാൻ എൻ്റെ പക്കത്ത് കയറി നിൽക്കുകയാണ്. പാടിയാതെ പടം പൊളിക്കൊക്കെ എല്ലാവരും. നമ്മൾ നേരത്തെ ഇവിടെ വന്ന സ്ഥലമാണ് കാണുന്നത്. കോട പോയി ഫുൾ ക്ലിയർ ആയി. നോക്ക് നിങ്ങൾ വ്യൂ, എന്ത് രസം. നോക്ക് കണ്ടോ, കോട ഫുൾ ക്ലിയർ ആയിപ്പോൾ നല്ല പച്ചപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട്. വേണ്ട ഒന്നും പറയില്ല. ഈ രാത്രി ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയ ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി സെറ്റായി. പൂളിലൊക്കെ ഇറങ്ങി നമ്മൾ വൈബടിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം നൈറ്റായി. നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ഇവിടുത്തെ നൈറ്റ് വ്യൂ, കോടയും എല്ലാം. ഞാൻ ഇതേ പോയി ഡ്രസ്സ് മാറി. ഇവിടെ എനിക്ക് കുറേ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. എനിക്ക് ഇഷ്ടമായിട്ട് ഇവിടെ അത്ര അടിപൊളിയായിട്ട് ഫോട്ടോയും എല്ലാം. നമുക്ക് ഫുൾ ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ പേര് വന്നതെന്ന് വെച്ചാൽ റോക്ക് കേവ് എങ്ങാണ്ടാണ്. എനിക്കറിയില്ല കറക്റ്റായിട്ട് പേര്. ഞാൻ എന്തായാലും ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ഇൻസ്റ്റൈഡ് ക്യാംലൈറ്റ് എന്നാണ് തോന്നുന്നു എനിക്ക് റിസോർട്ടിൻ്റെ പേര് ക്യാംലൈറ്റ് എന്നാണ്. അപ്പോൾ ഇവരുടെ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. അത്ര അടിപൊളി ആംബിയൻസും വ്യൂവും മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് റിസോർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ഈ റിസോർട്ട് മസ്റ്റ് വിസിറ്റാന്ന് ഞാൻ പറയുള്ളൂ. അത്ര അടിപൊളിയാണ് വ്യൂ ആയാലും ആംബിയൻസ് അല്ല. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ എടുത്ത് പറയാണ്. അപ്പോൾ എല്ലാവരും ഈ റിസോർട്ടിൽ എന്തായാലും വിസിറ്റ് ചെയ്യണം മസ്റ്റായിട്ട്. നെക്സ്റ്റ് ഇനി ഞങ്ങൾ രാത്രി ക്യാമ്പ് ഫയർ ഉണ്ട്. അതൊക്കെ ഇല്ല, ക്യാമ്പ് ഫയർ ഇല്ലേ? ക്യാമ്പ് ഫയർ ഉണ്ടെന്നാണ് പറയുകയാണെങ്കിൽ മഴയുടെ ഇത് കാരണം നമുക്കറിയില്ല. ക്യാമ്പ് ഫയർ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യും, ഫുഡ് കഴിക്കും. പിന്നെ രാവിലെ കുറേ സ്പോട്ട് വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ 2 വ്ളോഗ് അല്ലെങ്കിൽ ഇതായിട്ടിടും. ലെങ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ക്യാമ്പ് ഫയർ വീഡിയോ വരുന്ന വിചാരിക്കും. ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ രാത്രിയിലത്തെ നൈറ്റ് വ്യൂ ആണ് കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട പൂളാണ്. നൈറ്റ് ആകുമ്പോൾ ഇവിടെ ഫുൾ ഇത് റൂമിൻ്റെ അവിടെ ആയാലും എല്ലായിടത്തും ലൈറ്റ് വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. മൊത്തം നൈറ്റാണ് കുറച്ചും കൂടി വ്യൂവും ആംബിയൻസൊക്കെ ലൈറ്റ് വരുമ്പോൾ ഭംഗി ഉണ്ടാവുക. രാവിലത്തേക്കാളും കുറച്ചും കൂടി നല്ലത് നൈറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. മൊത്തം ലൈറ്റ് വരുമ്പോൾ കുറച്ചും കൂടി ഭംഗി വരുന്നുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ ഫുൾ ടെൻറ്റ് പോലെ, ഇവിടെയൊക്കെ ടെൻറ്റാണ് താഴേക്ക് കിട്ടിയത്. അവിടെ മുകളിൽ സ്റ്റെപ്പ് കയറിയിട്ടുള്ള ടെൻറ്റ് കളിക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് ബാൽക്കണി അങ്ങനെ സെറ്റപ്പ് അങ്ങനെ അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ സ്റ്റേ അവിടെയാണ്. സ്കൂളിൻ്റെ ബാക്കിലാണ് ഞങ്ങളുടെ സ്റ്റേ വന്നത്. അങ്ങനെ
ആ പാട് നടക്കും പാട് ഫുഡേ കേട്ടോ ഫുഡ് കഴിക്കുമ്പോ പാടിയിട്ട് വേണം ഇതെവിടെ കിട്ടി സാധനം ഉറങ്ങണ്ട നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം എന്നിട്ട് നമ്മൾ പൊട്ടും പാട്ടും പരിപാടികളായിട്ട് തുടങ്ങും ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പരിപാടികൾ തുടങ്ങാൻ പോകുന്നു നിർത്താനില്ല തുടങ്ങാൻ പോകണം ഹലോ ഗേസ് അപ്പം നമ്മളിപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോകണം അവിടെ ഒരാള് അവളുടെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ ആൾക്കുള്ള ഗിഫ്റ്റ് ഇവിടെ പുറത്ത് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി വന്ന് ഇവിടെ കട്ട് ചെയ്യാൻ പോകണം അവിടെ എല്ലാവരും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ആരും ശ്രദ്ധിച്ചിട്ടുള്ള ആളൊന്നും അറിഞ്ഞിട്ട് പോലും ഞങ്ങൾ സർപ്രൈസ് വിളിച്ചേക്കുന്നത് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് കേക്ക് കൊണ്ടുപോയിട്ട് ആളെ സർപ്രൈസ് ചെയ്യാൻ പോവാണ് ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന റൂമാണ് അപ്പോൾ അതിൻ്റെ പുറകിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് മാറി നിന്ന് ആരും ശ്രദ്ധിക്കാനാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു ഓക്കെ കരയുന്നല്ലോ പോയി കേക്ക് കുഴപ്പമില്ല നീ തുടക്കി ഞങ്ങളുടെ ഫാമിലിയാണ് ഞങ്ങൾ മാത്രമല്ല ഇത് ഞങ്ങളുടെ കൂടെ ഒരാൾ നിർബന്ധിച്ചെടുപ്പിച്ച ഞാൻ പരസ്യമായിട്ട് പവന് ഞാൻ പരസ്യമായിട്ട് നോക്കൂല ഞങ്ങളുടെ അമ്മയും പിന്നെ ധ്യാനിക്കുന്ന കുരിപ്പും ഇതെന്റെ മനസ്സിലായിക്കോളുന്ന കല്യാണ ഫോട്ടോ ഇതൊക്കെ റൈഡുകളാണ് ഇത് ഞങ്ങളുടെ ചെറിയ കുടുംബം ഇത് ചേച്ചി അനിയത്തി എല്ലാവർക്കും അറിയാം ഇതൊരാളുടെ സ്പെഷ്യൽ ഡേ ആണ് അരങ്ങേറ്റ ദിവസത്തെ ഫോട്ടോയാ ഇത് ഞങ്ങൾ മാത്രം ജസ്റ്റ് ബീച്ചിൽ പോകണം ഇതൊരു ഫീലിംഗ് മൊമെന്റ്സാ കല്യാണത്തിന്റെ അന്നല്ലാണ് ഇതൊരു ക്രിസ്മസിന് ഇത് ഗോവ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ താങ്ക് യു പക്ഷേ ഫോട്ടോ കണ്ടല്ലോ ദിവനാ അപ്പൊ ഞാനാരാ ഞാൻ തന്നു എന്തായാലും എവിടെ ഷമീർ ബ്രോ എവിടെ പോയി ഞാനിവിടെ അല്ല ഇന്ന് വരാൻ കാരണക്കാരൻ ഇങ്ങനെ ഷമീറിക്കാണ് ഏറ്റവും വലിയ കാരണം
താങ്ക് യു ബ്രോ. ഇതുപോലെ മൊമെന്റ് ഉണ്ടാവാൻ പറ്റും. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയത് റെഡിയായി. ഇന്ന് അല്ല സത്യമായിട്ട് ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയത് റെഡിയായി. അപ്പൊ ഇത് കട്ട് ജസ്റ്റ് ഒരു മൂവി ഇതിന്റെ പുറത്തേക്ക് എത്തിയതാണ്. ഒരു 10 നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത് ചേച്ചിനെ സർപ്രൈസ് ചെയ്യാൻ പോവാണ്. ചേച്ചി ഗിഫ്റ്റ് നമ്മുടെ ഇവോക്ക് ടൂറിസ്റ്റിന്റെ വക അമ്മു ചേച്ചിക്കുള്ള ഗിഫ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ലേഡീസിനെ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് റൈഡിങ്ങിന്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒരു ലേഡി റൈഡർക്ക് നമ്മുടെ ഈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇരുട്ടാണ്, ഇവിടെ ഒന്നും കാണില്ല കേട്ടോ ഗീസ്. കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് ആവും. ഇപ്പൊ കാണാം. എന്നോട് ഇങ്ങനെ അതോളാം ഇപ്പൊ കൊടുക്കുന്ന നമ്മള് ഗിഫ്റ്റ്. ആട്ടൊക്കെണ്ടെന്ന് പറഞ്ഞു. നീ എടുത്തോട്ടാ. നമ്മുടെ ടൂറിസ്റ്റ് നമ്മുടെ ലേഡീസിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാണിച്ചിരിക്കണോ? ജെന്റ്സ് ഓൾറെഡി റൈഡ് പോകുന്നതാണ്. ഗേൾസ് ഈ അടുത്താണ് ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വരാൻ തുടങ്ങിയത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇതടിയാവും ഗൈസ്, ഇതടിയാവും. നമ്മുടെ ഇവോക്ക് ടൂറിസ്റ്റ് നമ്മുടെ ലേഡി റൈഡറായ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് കടന്നു വരാന്നൊക്കെ പറയുമ്പോൾ ലേഡീസ് വളരെ കുറച്ച് തന്നെ നമ്മൾ ചുറ്റി നോക്കി കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? പൊട്ടത്തി പോലെ ഇപ്പോഴും നിക്കാണല്ലേ. പൊട്ടത്തിയാണ് തനി. ഓക്കെ, അപ്പൊ നമ്മുടെ വുമൺ എന്റർപ്രനറായ അപ്പു ചേച്ചിക്ക് നമ്മുടെ ഇവോക്ക് ടൂറിസ്റ്റിന്റെ വക ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. വെരി വെരി സൂപ്പർ. ആ അതാണ് പറഞ്ഞത്. അതെ അതെ അതെ. അതെ അതെ, നാളെ ഡ്രൈവ് ചെയ്ത് തരും. അതെ, പഠിച്ചോണ്ടിരിക്കണേ. ഡേ 1 അടിപൊളിയായിട്ട് വൈൻഡപ്പാണ് ഞാൻ. അടിപൊളിയായിരുന്നു ഇന്നത്തെ ഡേ. ഫുൾ അടിപൊളിയായിരുന്നു. ഇവിടെ എന്താ പറയാ, റിസോർട്ടായാലും നമ്മൾ വന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാരായാലും എല്ലാം അടിപൊളിയായി. ഇവിടുത്തെ ആംബിയൻസും എല്ലാം മൊത്തത്തിൽ സൂപ്പറായി. അപ്പം അത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. രാത്രി 11 മണി ഇപ്പോഴും ഒച്ചയും ബഹളമാണ്. നിർത്തിയിട്ടില്ല. ആർക്കും ഉറങ്ങണമെന്നൊന്നുമില്ല ഗൈസ്. അത്ര സന്തോഷത്തിലാണ് എല്ലാവരും. അതുമാതിരി വൈബടിച്ചിക്കാണ്. കിടക്കണമെന്നൊന്നുമില്ല. പക്ഷെ രാവിലെ ട്രാവൽ ചെയ്യണോണ്ടാണ് ഞങ്ങൾ നിർത്തുകയാണ്. ഏകദേശം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും അന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡേ 2ൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഡേയുടെ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.